ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ? തണുപ്പ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഗാർഡൻ ഒന്ന് ഓവറോൾ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തണുപ്പെല്ലാം നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നില്ല, തണുപ്പായിരുന്നപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു നിന്നിരുന്നതെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഈ വശത്ത് കൂടുതലും ചെടികളാണ്. ചെടികളും മരങ്ങളും ഫ്രൂട്ട് ട്രീകളും എല്ലാം ഇങ്ങനെ ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുവാണ്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നിങ്ങളെ ചെറുതായിട്ടൊരു വിളവെടുപ്പ് കാണിക്കാമെന്ന്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാകാൻ തുടങ്ങിയില്ല, പക്ഷെ കുറച്ച് രീതിയിൽ കുറച്ച് തക്കാളിയും നമ്മുടെ ബ്രോക്കോളിയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞ് അൺഫോർച്ചുനേറ്റ്ലി സമയത്തത് പറിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നോക്ക് ഇങ്ങനെയായിപ്പോയി. എന്തോ പറയാൻ, അവിടെ കണ്ടൊരു വെണ്ട കിളുത്ത് വരുന്നുണ്ട്. ഇത് നമ്മുടെ ടൊമാറ്റോ ഉണ്ടോ? ഈ ടൊമാറ്റോ ഒക്കെ നമുക്ക് വിളവെടുക്കാം. കുറേ ടൊമാറ്റോ ഉണ്ടായി നിൽപ്പുണ്ട്, അതൊക്കെ പറിക്കാം. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ബെൽ പെപ്പർ, ക്യാപ്സിക്കം, സോറി എൻ്റെ കൈ ഇടയ്ക്ക് വന്നുപോയി. ഞാൻ ഇതെല്ലാം പറിക്കുകയും പിന്നെ വീഡിയോ എടുക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. ഉണ്ടോ? ഇവിടെയും ഇങ്ങനെ ക്യാപ്സിക്കം നിൽക്കുവാണ്. അത് നമുക്ക് പറിച്ചെടുക്കാം. ഇന്ന് കിട്ടിയ പയറുകളാണ്. പയറൊക്കെ സത്യം പറഞ്ഞാൽ സമയത്ത് പറിക്കാതെ മൂത്തുപോയി. എന്നാലും നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് അതിനെ കളയാൻ പറ്റത്തില്ല. അതിനെ എങ്ങനെയെങ്കിലും അരിഞ്ഞ് തോരൻ വെച്ച് വയറ്റിലാക്കണം. ഇത് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, എനിക്കിതിൻ്റെ പേര് ശരിക്കും അറിയത്തില്ല. ഒരു തരം ബീൻസ് ആണല്ലോ, ചൈന ബീൻസും എല്ലാം ആണോ. ഇത് ഒത്തിരി നല്ലതാണ്, നമുക്ക് തോരൻ വെക്കാം, മെഴുക്ക് പുരട്ടി വെക്കാം, സാമ്പാറിനകത്തൊക്കെ ഇടാം. ഇതും ഞാൻ പറിക്കാൻ പോവാണ്. നമ്മുടെ കോവലയിലൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു കോവയ്ക്കായേ ഉള്ളു ഞാൻ കണ്ടിട്ടുള്ളു. സാമ്പാറിനകത്തിടാം. പിന്നെ ഇവിടെ നോക്ക്, ഈ കുക്കുംബറെല്ലാം സത്യം പറഞ്ഞാൽ ഉണ്ടായ സമയത്ത് പറിക്കാതെ പഴുത്ത് നിൽക്കുന്നു. ഈ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ആയതുകൊണ്ട് പല പച്ചക്കറികളും സമയത്തൊന്നും പറിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ഇതെല്ലാം കൃഷി ചെയ്യണമെന്നല്ലാതെ വിളവെടുക്കണമെന്ന് വലിയ ഇതില്ല. പുള്ളി കൃഷിയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇതിനെയൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? എന്ത് ഭംഗിയാണ് നമുക്ക് ഇതെല്ലാം കാണുന്നതൊരു സന്തോഷമല്ലേ? അധികം വിളവ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ കാണുന്നത് തന്നെ സന്തോഷമല്ലേ? എന്നൊക്കെ മോർണിംഗ് ഗ്ലോറിയൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ? ഈ പറമ്പൊക്കെ ശരിക്കും ഒന്നും കൂടെ വൃത്തിയാക്കിയിട്ട് ഓരോന്നും വിശദമായിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് ഓവറോൾ നിങ്ങളെ കാണിക്കുവാണ്. അവധിയുള്ള ദിവസങ്ങളിൽ വളരെ സന്തോഷമാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പം നമുക്കൊരു മൂന്നാറിലൊക്കെ പോകുന്ന ഒരു പ്രതീതി. എനിക്ക് നല്ല കാറ്റും ഇങ്ങനെ കിളികളുടെയും വെള്ളത്തിൻ്റെ സ്വരവും എന്നൊക്കെ. ഈ കാറ്റാടി മരം, നമ്മുടെ തൊട്ടാവാടി പോലത്തെ ഒരു മരം, എന്ത് ഭംഗി അതല്ലേ ആ പിങ്ക് പൂക്കളൊക്കെ കാണാൻ. ഇതൊക്കെ കാണാനായിട്ട് ഇതല്ലേ ഞാനെന്താ പറയുന്നത്, നമ്മൾക്ക് എവിടെ സന്തോഷം കിട്ടുമെന്ന് നോക്കാതെ നമ്മുടെ ചുറ്റിനും നമുക്ക് സന്തോഷമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അത് എൻജോയ് ചെയ്യുക. നമ്മുടെ റോസ വേണ്ട പിന്നെയും വേണ്ട പൂത്ത് വരുന്നു. അതിനകത്ത് ഇപ്പോഴും നമ്മുടെ കിളിക്കൂടുണ്ട്. ഞാൻ പിന്നെയും പറയണ്ടോ, നമ്മുടെ മണ്ണിലെ മുരിങ്ങ കണ്ടോ, വെള്ളത്തിൽ ഇത്രയുമായി. ഞാൻ വെറുതെ ഒരു ഓവറോൾ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. മുരിങ്ങയിലൊക്കെ പൂവൊക്കെ ആയിട്ട് വരുന്നു. ഓക്കെ, എന്താ ആഫ്രിക്കയിലെ അമേരിക്കയിൽ തന്നെ പായലുകളുടെ ഒരു ഭാഗ്യം കണ്ടോ? എന്താ കരുവേപ്പും എല്ലാം ഇങ്ങനെ നിൽക്കുന്നു. അതിലെല്ലാം നിറയെ കായ ഉണ്ടായി വരുന്നു. അതെന്ത് മനോഹരമായ പൂവാണ്.
അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണിത്. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റൊക്കെ കണ്ടോ ഇവിടെ കളക്ട് ചെയ്തിട്ട് നമ്മളിവിടെ അവിടെ ഒരു ജാറുണ്ട്, അതിനകത്തിട്ട് അതിൻ്റെ കൂടെ മണ്ണും എല്ലാം കൂടെ ഇട്ട് കവർ ചെയ്ത് വെക്കും. അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള വളം ഉണ്ടാക്കുന്നതാണ്. ഉണ്ടോ? നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങളും ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യുക. എനിക്ക് സൗകര്യമില്ല, സമയമില്ല, ഉള്ള സമയത്തിൽ. ഞങ്ങളാണെങ്കിൽ നല്ല തിരക്കുള്ളതാണ്, ജോലിയുണ്ട്, വീട്ടിലെ കാര്യം നോക്കണം. അതിനിടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചിലപ്പം പറമ്പൊക്കെ അത്ര വൃത്തിയായിട്ടല്ലായിരിക്കും കിടക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ കൃഷി ചെയ്ത് അതാണ് ഹാപ്പിനെസ് തരുന്നെങ്കിൽ അത് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ഓർത്ത് അധികം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് അത് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായ ഒരു മാനസിക ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ, അതിനുള്ള അവസരം എല്ലാവർക്കും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.